നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 88. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്നും വളരെ മനോഹരമായ ഒരു സെക്ഷനാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. ആ പാർഷ്യൽ ഫ്രാക്ഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 88 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: dx ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പാർഷ്യൽ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അത് രണ്ടാമത്തെ ടാസ്ക് അല്ലേ. ഓക്കെ, നമുക്കിവിടെ ഈ രണ്ട് ടാസ്കുകൾ നമുക്ക് മനസ്സിലാക്കി തരാം. ഒന്നാമത്തെ ടാസ്ക് നമുക്ക് സോൾവ് ചെയ്യുന്ന ഇതാണ്: ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റുകൾ വരുമ്പോൾ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന പവർ, എക്സിൻ്റെ പവർ എപ്പോഴും 1 ആയിരിക്കണം. 1 വന്നില്ലെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. അത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇത്ര സംഭവം ഇത്രേ ഉള്ളൂ. ഇവിടെ 2 ബ്രാക്കറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. 1, 2 ബ്രാക്കറ്റുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിത്തൗട്ട് ഇൻ്റഗ്രേഷൻ, അതായത് ഇൻ്റഗ്രേഷൻ എടുക്കാതെ dx എടുക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 1 ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1 മാത്രം എടുത്തിട്ട് 1/x പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ് എടുക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് a/x പ്ലസ് 2 എന്ന് പറഞ്ഞ് എടുക്കുക. പക്ഷെ രണ്ടാമത്തെ കേസ് വരുമ്പോൾ bx പ്ലസ് c ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ് എടുക്കുക. അപ്പം നമുക്കൊരു ഡൗട്ട് വരും, എന്തിനാണ് bx പ്ലസ് c എന്ന് പറഞ്ഞ് എടുത്തത്? അതിന് കാരണം ഇതാണ്: നമ്മൾ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞയാളെ 0യോട് ഇക്വേറ്റ് ചെയ്യുമ്പം എക്സിന് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എക്സ് സ്ക്വയർ പ്ലസ് 1നെ 0യോട് ഇക്വേറ്റ് ചെയ്താൽ അത് എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 ആയിട്ട് മാറുന്നു. അവിടെ നിന്ന് എക്സ് ഈക്വൽ ടു √(-1) ആയിട്ട് മാറുന്നു. അങ്ങനെ വരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ഒരു റിയൽ നമ്പർ അല്ലാതെ മാറുന്നു. അത് റിയൽ നമ്പർ അല്ലാണ്ടാവുന്നു. ഓക്കെ, അപ്പം നമ്മൾ റിയൽ നമ്പർ അല്ലാത്തൊരു കേസിനെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ bx പ്ലസ് c എന്ന് പറഞ്ഞെടുത്തത്. നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സിൻ്റെ പവർ 1 വന്നാൽ നോ പ്രോബ്ലം. എക്സിൻ്റെ പവർ 2 വന്നത് കൊണ്ടാണ് അതിനെന്താക്കിയത്, അത് നമുക്ക് bx പ്ലസ് c എന്ന് പറഞ്ഞ് എടുത്തത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് 1/x പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു a ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് bx പ്ലസ് c ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ് എടുക്കുന്നു. ഓക്കെ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പം നമ്മുടെ മുമ്പിൽ എന്ത് വരുന്നു? 1 ഈക്വൽ ടു a ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് bx പ്ലസ് c ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ a b c എന്ന് പറഞ്ഞ 3 കോൺസ്റ്റന്റുകൾ കണ്ടുപിടിക്കണം. a ഒരു കോൺസ്റ്റന്റ് ആണ്, b ഒരു കോൺസ്റ്റന്റ് ആണ്, c ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ 3 കോൺസ്റ്റന്റുകളോട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് പ്ലസ് 2നെ 0യോട് ഇക്വേറ്റ് ചെയ്യുക. എക്സ് പ്ലസ് 2നെ 0യോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് -2 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടുന്നു. ഈ -2 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എവിടെയൊക്കെ എക്സ് കാണുന്നുണ്ടോ, wherever there is x, അവിടെ എല്ലാം നമ്മൾ ഈ എക്സിന്റെ വാല്യൂ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1 ഈക്വൽ ടു a ഇൻറ്റു -2ന്റെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് b ഇൻറ്റു -2 പ്ലസ് c ഇൻറ്റു -2 പ്ലസ് 2. നമ്മൾ എവിടെയൊക്കെയാണോ എക്സിന്റെ വാല്യൂ കാണുന്നത് അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? -2 ഇട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ -2 പ്ലസ് 2 0 ആയിട്ട് മാറും. ഈ -2 പ്ലസ് 2 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിയേ, ഇത് കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. കാരണം -2 പ്ലസ് 2 0 അല്ലേ. 0 ഇൻറ്റു എനിത്തിങ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറുന്നത് കൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് b എന്ന് പറഞ്ഞാലും c എന്ന് പറഞ്ഞാലും എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഓക്കെ, അപ്പം നമ്മുടെ മുമ്പിൽ എന്ത് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? a മാത്രമല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ 1 ഈക്വൽ ടു a ഇൻറ്റു
-2ന്റെ സ്ക്വയർ +4 അല്ലേ, 2ന്റെ സ്ക്വയർ 4 ആണ്, നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് ആണ്. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവിന്റെ 2 പോസിറ്റീവ് ആകുമ്പം 4 + 1 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് എയുടെ വാല്യൂ നിങ്ങൾക്ക് 1/5 എന്ന് കിട്ടുന്നു. ഓക്കെ, സോ എയുടെ വാല്യൂ എന്ത് കിട്ടുന്നു? 1/5 കിട്ടി. ഇനി നിങ്ങളുടെ മുമ്പിൽ 2 ടാസ്കുകളുണ്ട്, ബിയും കണ്ടുപിടിക്കണം, സിയും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ x+2നെ 0 ഇക്വേറ്റ് ചെയ്തതുപോലെ x² + 1നെ 0 ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ പറ്റി പോകുന്നത്? x² + 1നെ 0 ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് x = √(-1) വരും. അത് വാലിഡ് അല്ല. അവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രാറ്റജി മാറ്റുവാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ബിയും സിയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്: ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് x² ഓൺ ബോത്ത് സൈഡ്സ്. അതായത് x²ന്റെ കോഎഫിഷ്യന്റ് രണ്ട് സൈഡിലും ഞാനങ്ങ് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇടതുവശത്ത് x² ടേം ഇല്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കുക, x² കോഎഫിഷ്യന്റ് ഇല്ലാത്തത് കൊണ്ട് 0. വലതുവശത്ത് x² ടേം ശ്രദ്ധിച്ചേ, x² ഒരു a ഉണ്ട്, ശരിയല്ലേ? പിന്നെ നമ്മൾ x²ഒരു x² വരത്തില്ലേ? അതായത് x² കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഒരു a + b ആണ് വരുന്നത്. ബിക്കോസ് x² there is a കിട്ടുന്നു, x² എന്ത് കിട്ടുന്നു? ഒരു b കിട്ടുന്നു, x² കോഎഫിഷ്യന്റ് കിട്ടുന്നു. അത് ഓൾറെഡി എയുടെ വാല്യൂ നിങ്ങൾക്ക് 1/5 എന്ന് കിട്ടിയായിരുന്നു അല്ലെ? അപ്പൊ എയുടെ വാല്യൂ 1/5 കിട്ടിയത് കൊണ്ട് എയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ b എന്ത് കിട്ടും? b = -1/5 വരും. കാരണം എയുടെ വാല്യൂ മൈനസ് ആകത്തില്ല ഇങ്ങോട്ട് പോകുമ്പം. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ സി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. ആദ്യം നമ്മൾ x² എടുത്തു, ഇനി നമ്മൾ എക്സിന്റെ കോഎഫിഷ്യന്റുകൾ എടുക്കാൻ പോവാണ്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇടതുവശത്ത് എക്സിന്റെ ടൈം ഇല്ലാത്തത് കൊണ്ട് 0. വലതുവശത്ത് ശ്രദ്ധിക്കുക, ഇവിടെ x² ആണുള്ളത്, x ഇല്ല. ഇവിടെ a ആണുള്ളത്, x ഇല്ല. നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുമ്പോൾ അവിടെ നിന്നൊന്നും കിട്ടത്തില്ല. ഇനി നമ്മൾ ശ്രദ്ധിച്ചേ, bx² എന്താണ്? bx² x² ആണ് വരുന്നത്, എനിക്ക് വേണ്ടത് x ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 2c എന്നാണ് വരുന്നത് അല്ലെ? അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടുന്നു? 2c കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? bx² + 2c കിട്ടുന്നു. ഇനി നമ്മൾ വീണ്ടും ബ്രാക്കറ്റ് മാറ്റുമ്പോൾ bx × bx² + 2bx വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരു 2b കണ്ടുപിടിക്കാൻ പറ്റും, ശരിയല്ലേ? അതായത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? bx² വരുന്നു, അവിടുന്ന് ഒരു ബ്രാക്കറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഒരു 2b കിട്ടുന്നു. പിന്നെ എന്ത് കിട്ടുന്നു? ഒരു c ആണ് കിട്ടുന്നത് അല്ലെ? c കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? c + 2b എന്നാണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 0 = c + 2 × ബിയുടെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താണ്? -1/5 കിട്ടുന്നു. ഓക്കെ, സോ ബിയുടെ വാല്യൂ -1/5 കിട്ടുമ്പോൾ അത് അവിടുന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ എന്ത് കിട്ടുന്നു? 2/5 എന്ന് കിട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് a എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിച്ചു, b എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിച്ചു, c എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിച്ചു. ഞാൻ വീണ്ടും പെട്ടെന്ന് പറയുവാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പാർശ്വപ്രാവശ്യം ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ എയും ബി സിയും കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു നിങ്ങൾക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് എടുത്ത് ഇവിടെയും ഇവിടെയും ഇവിടെ ഇട്ട് കൊടുത്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റഗ്രേഷന്റെ സിമ്പിൾ കൊടുക്കുക. ദെയർഫോർ ഇന്റഗ്രേഷന്റെ സിമ്പിൾ കൊടുത്തിട്ട് എയുടെ വാല്യൂ കൊടുക്കാൻ നേരത്ത് എന്ത് കൊടുക്കുക? a നമുക്ക് 1/5 എന്നാണ് കിട്ടിയത് അല്ലേ? സോ 1/5 x + 2. ദെൻ ബിയുടെ വാല്യൂ എന്ത് കിട്ടി? ബിയുടെ വാല്യൂ നമുക്ക് ബിയുടെ വാല്യൂ നമുക്ക് -1/5 കിട്ടി. സോ -1/5 x + സിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടി? സിയുടെ സ്ഥാനത്ത് നമുക്ക് 2/5 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമ്മൾ അതാത് പ്ലേസിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എല്ലാം കൂടി കണ്ടുപിടിച്ചു, എ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു, സി കണ്ടുപിടിച്ചു, എല്ലാം കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 3 ഇന്റഗ്രേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നാമത്തെ ഇന്റഗ്രേഷനെ I1 എന്നും, രണ്ടാമത്തെ ഇന്റഗ്രേഷനെ I2 എന്നും, മൂന്നാമത്തെ ഇന്റഗ്രേഷനെ I3 എന്നും പേര് കൊടുത്ത് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് എന്ത് വരുന്നു?
ആദ്യത്തെ നമ്മൾ I1 എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ട് 1/5 എടുത്ത് വെളിയിലേക്ക് ഇടുക, ബിക്കോസ് ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സോ I1 ഈക്വൽ ടു 1/5 ഇൻറ്റു 1/x+2 ഈസ് കോൾഡ് log x+2. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ആദ്യത്തെ ആൻസർ 1/5 log x+2 എന്ന് കിട്ടുന്നു. ഇനി രണ്ടാമത്തത് മൂന്നാമത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നമ്മളോട് എയുടെയും ബിയുടെയും സിയുടെയും പ്ലേസിലുള്ള വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എയുടെ വാല്യൂ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ബിയുടെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത്? സിയുടെ വാല്യൂ എന്താണ്? അതാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ നേരത്ത് 1/5 log x+2 കിട്ടുന്നു. രണ്ടാമത്തെ ഇന്റഗ്രേഷൻ I2 എന്ന് പറഞ്ഞ പേര് കൊടുക്കുക. സോ I2 ഈക്വൽ ടു -1/5 x/x² + 1 ആണ്. ഇവിടെ നമ്മൾക്ക് താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വരുന്നതിന് വേണ്ടി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചൂസ് ചെയ്യാം. അതായത് x² + 1 നിങ്ങൾ t എന്ന് പേര് കൊടുക്കുക. x² ഡെറിവേറ്റീവ് 2x ആണ്, 1 ഡെറിവേറ്റീവ് 0 ആണ്, tയുടെ ഡെറിവേറ്റീവ് dt/dx ആണ്. സോ x dx ഈക്വൽ ടു dt/2 എന്ന് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ I2 ഈക്വൽ ടു -1/5 ഇൻറ്റു dt/t വിത്ത് 1/2 വരും, ബിക്കോസ് dt/2 ആണല്ലോ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് -1/10 log t എന്ന് വരുന്നു. ആ ടിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? x² + 1 എന്ന് കൊടുക്കാം. സോ ദാറ്റ് മീൻസ് -1/10 log x² + 1 എന്ന് കിട്ടുന്നു. ഇനി I3 എന്ന് പറഞ്ഞാൽ എന്താണ്? I3 നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുമ്പോൾ 2/5 ഈസ് എ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ 2/5 കോൺസ്റ്റന്റ് എടുത്ത് വെളിയിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1/x² + 1 ആണ്. ദാറ്റ് 1/x² + 1 എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് tan ഇൻവേഴ്സ് x എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് 2/5 tan ഇൻവേഴ്സ് x എന്ന് കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എയുടെ വാല്യൂം ബിയുടെ വാല്യൂ ആണ്. നമുക്ക് ഓപ്ഷനകത്ത് തന്നിരിക്കുന്നത് എയുടെ വാല്യൂ -1/10 ദാറ്റ് ഈസ് ദിസ് ഈസ് കോൾഡ് എ ഈക്വൽ ടു -1/10 ബി എന്ന് പറഞ്ഞാൽ 2/5 ആണ് അല്ലെ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത്. അതായത് എയുടെ വാല്യൂം ബിയുടെ വാല്യൂം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ.